ഇന്നത്തെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. വിക്ടേഴ്സ് ചാനൽ എല്ലാ കുട്ടികളും പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന ടി.വി പ്രോഗ്രാം കണ്ട്, അതായത് ടി.വിയിലെ വിക്ടേഴ്സ് ചാനൽ കണ്ട് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. എല്ലാവരും ഇന്ന് ചോദിക്കുന്നത് പ്രൈവറ്റ് DTHൽ പല പ്രൈവറ്റ് DTHലും വിക്ടേഴ്സ് ചാനൽ വന്നിട്ടുണ്ടോ, അതിൻ്റെ ചാനൽ നമ്പർ എത്രയാണ്, അതേപോലെ തന്നെ പല കേബിൾ ചാനൽ നെറ്റ്വർക്കിലും ഈ ചാനൽ വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പക്ഷേ ഈ നമുക്ക് കേബിളോ DTHോ യാതൊന്നും തന്നെ ഇല്ലാതെ ഒരു പണം കൊടുത്ത് കാണുന്ന ഒരു കണക്ഷനും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മുമ്പ് ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായി കാണിക്കുന്നത്. ഈ ഒരു ബോക്സാണ്, അതായത് FTA റിസീവർ ആണ് ഇത്. നോർമലി മുമ്പ് മുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റിസീവറാണ്. ഇതിനകത്ത് നമുക്ക് റീചാർജ് ഫെസിലിറ്റിയോ റീചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യമോ ഇതിനകത്തില്ല. ഇത് ഫ്രീ ആയിട്ട് ഈ ബോക്സ് ഇതുപോലുള്ളൊരു റിസീവർ നമുക്ക് മേടിച്ച് ചെയ്യാൻ, ഇത് കമ്പനി ഏതുമാവാം, നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ചാനൽ. ഇതാണ് ഞാൻ ഈ ചെറിയ ഒരു ഡിഷ്, അതായത് സൺ ഡയറക്ടോ വീഡിയോകോണോ ഏതുമാവട്ടെ, ഏത് ഡിഷിൻ്റെയും നമുക്ക് ഒരു ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിസീവറും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ GSAT 1874 ഡിഗ്രി ഉള്ള സാറ്റലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുകയും അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ഒരു പ്രശ്നവുമില്ലാതെ, അതായത് റീചാർജോ മറ്റ് ഒരു തലവേദനയും ഇല്ലാതെ തന്നെ നമുക്കിത് വളരെ നന്നായിട്ട് തന്നെ വളരെ നല്ല ക്ലിയറോട് കൂടി തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇത് നല്ല സിഗ്നലുള്ള ഒരു സാറ്റലൈറ്റാണ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നതാണ്. ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ മുഴുവൻ സെറ്റിങ്ങും ഇതിൻ്റെ നിങ്ങൾക്ക് LMB ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 74 ഡിഗ്രിയിൽ ടാറ്റ സ്കൈയുടെ തൊട്ടടുത്ത് തന്നെ പടിഞ്ഞാറേക്ക് തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. ഇതിൻ്റെ ഫുൾ സെറ്റിങ്, അതായത് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിൻ്റെ മുഴുവൻ സെറ്റിങ്ങും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നാലും മുഴുവൻ സെറ്റിങ്ങുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കയറി കഴിഞ്ഞ് ആ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി കിട്ടുന്നതാണ്. അതേപോലെ ഇതോടൊപ്പം ഒരു 6 ഫീറ്റ് ഡിഷ് കൂടി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ മലയാളം ചാനലുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ കാണിക്കുന്നത്, അതായത് വിക്ടേഴ്സ് ചാനൽ ഇപ്പോൾ നിലവിൽ ഉള്ള ഇതാണ്. 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 1ാം ക്ലാസ് എന്ന് പറയുന്ന പോലെ 10ാം ക്ലാസ് വരെയുള്ള അതും എല്ലാ എഡ്യൂക്കേഷൻ പർപ്പസിലുള്ള ചാനലുകളും നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഞാൻ നേരത്തെ കാണിച്ച ആ ചെറിയ ഒരു ഡിഷിൽ നമുക്ക് FTA ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള റീചാർജോ മറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഇതുപോലുള്ള DTH, അതായത് ചെറിയൊരു നിങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഒരു 99% പേരുടെ കേബിളോ മറ്റ് കണക്ഷനുകളോ ഇല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ റീചാർജ് ചെയ്യാത്ത ഏത് ഡിഷ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു റിസീവർ കണക്ട് ചെയ്യാം. നമുക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന പണം പോലും ആകുകയില്ല ഇത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, വിശദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നോക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഇത് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വേറെ സെയിൽസ് ആൻഡ് സർവീസിനെ പറ്റി എന്തെങ്കിലും അറിയാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സാറ്റലൈറ്റിൻ്റെ പേര് 74 ഡിഗ്രിയിലെ GSAT 18 എന്ന സാറ്റലൈറ്റിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.